രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അത് ഉത്തരം പറ. അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പലരുമണിക്കം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അല്ല, അത് അവർ ഉത്തരവാദിയാണോ? പരാതിക്കാതെ അല്ലല്ല, അതിന് ശ്വേത ഉത്തരവാദിയാണോ? അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അതിന് അവരെങ്ങനെ ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. താങ്കൾ ഇതിലേക്ക് സെക്സ് എന്ന് കൂടെ പറയുന്നത് എന്തിനാ? ഇത് സിനിമയാണ് അല്ലേ? താങ്കളുടെ പരാതിക്ക് ആധാരം സിനിമയാണ്, അതല്ലാതെ താങ്കളുടെ പരാതിക്ക് ആധാരം ഈ സിനിമകൾ മാത്രമാണ്. താങ്കൾ കൂടെ പരാതിയിലൊക്കെ സെക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അതല്ല ഉദ്ദേശം. ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പോൾ സെക്സാന്ന് തോന്നുന്ന കാര്യം എന്താണെന്ന് ശ്രീ മാർട്ടിൻ മേനോൻ, താങ്കളുടെ പ്രശ്നം എന്താണ്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് ഉത്തമ മനസ്സിലായി. അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ ഹോട്ടസ്റ്റ് വീഡിയോ ഈ ശ്വേതാ മേനോന്റെ താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേൽ. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? നിങ്ങൾക്ക് ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണമായിട്ട്. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? സാറ് താങ്കൾ മൊത്തം തുറന്നുണ്ടെങ്കിൽ താങ്കൾ എന്തോ ഈ പറഞ്ഞ പോൺ വെബ്സൈറ്റിന്റെ അഡിക്ഷൻ താങ്കൾക്കുണ്ട്. താങ്കൾ ചികിത്സിക്കണം, അത് വലിയ പ്രശ്നമാണ്. ഞാനൊരു കാര്യം പറയാം, ഇതിങ്ങനെ കണ്ടോണ്ടിരുന്ന അഡിക്റ്റ് ആയി പോട്ടാ. പിന്നെ ഡെയിലി 12 മണിക്കൂറാണ് ഞാൻ അഡിക്റ്റ് ആയിട്ടില്ല. പിന്നല്ലേ വർഷങ്ങളായി നിൽക്കുന്ന ഒരാളെ ഡീമീൻ ചെയ്യാൻ, വൃത്തികേടായി ചിത്രീകരിക്കാൻ താങ്കൾ പറഞ്ഞ പരാതി തന്നെ അതെടുത്ത് ചവച്ചിട്ടുള്ള പരാതിയാ, നാറുന്ന പരാതിയാ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പതിനെ. താങ്കൾ പറഞ്ഞ ആരോപണമൊക്കെ വെച്ചിട്ട് ഈ ചർച്ചയിലെ പരാമർശമൊക്കെ വെച്ചിട്ട് ശ്വേത ഒന്ന് ആഞ്ഞിറങ്ങിയുണ്ടല്ലോ, മാർട്ടിനെ വെളിച്ചം കാണില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലുണ്ടാവുള്ളൂ, പെരുമാറില്.